ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ ആവിഷ്കരിച്ച് അതും ഏറ്റവും മികച്ച രീതിയിൽ വിജയകരമായി ഇപ്പോഴും നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി നരേഗ. ആ പദ്ധതി മൊത്തത്തിൽ വെട്ടിക്കീറി മാറ്റാൻ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുന്നത് മാത്രമല്ല, അതിന്റെ ഉദ്ദേശശുദ്ധിയെ പരിപൂർണമായി പൊളിച്ചെഴുതി സംഘപരിവാർ അജണ്ടയ്ക്ക് വേണ്ടി ഇപ്പോൾ പുതിയ രീതിയിൽ രൂപമാറ്റം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക വിഷൻ ഗ്രാമീൺ എന്ന് പോലും. ഈ പേരില് പുതിയ ബില്ല് അവതരിപ്പിച്ച് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ പോവുകയാണ് എന്ന് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ BJPയുടെ സഖ്യകക്ഷിയായ TDP പോലും പാർലമെന്റിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. NDA വലിയ രീതിയിൽ പിളർപ്പുണ്ടാകും. അത് മഹാത്മാഗാന്ധി നരേഗയെ വെട്ടിക്കീറുന്നതിന്റെ പേരിൽ തന്നെയായിരിക്കും എന്ന് ഒരു രീതിയിലും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ കഴിയും. കാരണം അത്രയും വ്യാപകമായി ഈ രാജ്യത്ത് മുഴുവൻ വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും വൻ സ്വീകാര്യതയോടെ ഈ രാജ്യത്ത് നടപ്പിലാക്കി വരികയും ചെയ്യുന്ന നിലവിലുള്ള പദ്ധതി എല്ലാ തരത്തിലും അട്ടിമറിച്ച് ഈ പദ്ധതിയെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കം വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഒരിക്കലും ഗാന്ധിജിയുടെ പേരുള്ള ഈ വലിയ രീതിയിൽ വിഭാവന ചെയ്യപ്പെടുന്ന പദ്ധതിയെ തമസ്കരിക്കാൻ, അത് സംഘപരിവാർ അജണ്ടകൾ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ഈ രാജ്യത്തെ മുഴുവൻ ജനതയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും എല്ലാ തരത്തിലും ശപിക്കുകയാണെന്നും ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര നേതാക്കളെയും ഒരു കാരണവശാലും അവരെ തമസ്കരിച്ചുകൊണ്ട് ഇതിന്റെ ഘാതകനായ നാഥൂറാം വിനായക് ഗോഡ്സെയെയും സ്വാതന്ത്ര്യ സമരത്തിനെതിരായ നിലപാട് സ്വീകരിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തെ എല്ലാ തരത്തിലും അവരെ പ്രീണിപ്പിച്ച് അവരെ ഒപ്പം നിർത്താൻ ശ്രമിച്ച വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വക്താക്കളെയും മഹത്വവൽക്കരിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നടക്കില്ല എന്നതാണ്. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 60% കേന്ദ്ര സർക്കാർ കൊടുക്കാൻ 40% നിങ്ങളുടെ സർക്കാർ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം BJP ഇതര സർക്കാരുകളെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് 60% വെട്ടിച്ചുരുക്കുകയാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാരിന്റെ മേൽ അധിക ഭാരം ഏൽപ്പിക്കാനുള്ള ശ്രമമാണ്. അതായത് കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശും ഒക്കെ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങൾ മറ്റു പാർട്ടികളുമാണ് ഭരിക്കുന്നത്. അവരെയൊക്കെ ഉപദ്രവിക്കുക BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും, അതായത് അവരുടെ ഭാഷ പറഞ്ഞാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉള്ള സംസ്ഥാനങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുക, സാധാരണക്കാരെ പട്ടിണിയിൽ ആഴ്ത്തുക. കോവിഡ് കാലത്ത് ജനങ്ങൾ അതിജീവിച്ചത് ഈ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ രാജ്യം മൊത്തം കലാപ സാഹചര്യം ഉണ്ടായതേ. ഈ രാജ്യത്ത് സാധാരണക്കാരുടെ കയ്യിൽ പണം എത്തുന്ന വഴിയാണ് മഹാത്മാഗാന്ധി നരേഗ പദ്ധതി. അതിൽ ദളിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കുമുള്ള സംവരണം പോലും എടുത്തു കളഞ്ഞിരിക്കുന്നു.